ചെറുമൂട് ബ്ലാത്ത് മഹാദേവി ക്ഷേത്രത്തിൽ അശ്വതി തിരുനാൾ മഹോത്സവം ഫെബ്രുവരി 22 മുതൽ മാർച്ച് 3 വരെ നടക്കും. ശനിയാഴ്ച രാവിലെ 7-ന് കാപ്പുകെട്ടി തോറ്റംപാട്ടിന് തുടക്കം കുറിക്കും. തന്ത്രി കമ്മാഞ്ചേരി മഠത്തിൽ സുബ്രഹ്മണ്യൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ്. ചെറുമൂട് ബ്ലാത്ത് മഹാദേവി ക്ഷേത്രത്തിൽ അശ്വതി തിരുനാൾ മഹോത്സവം 22 മുതൽ മാർച്ച് 3 വരെ നടക്കും. ശനിയാഴ്ച രാവിലെ 7-ന് കാപ്പുകെട്ടി തോറ്റംപാട്ടിന് തുടക്കം കുറിക്കും. വൈകിട്ട് 5:30-ന് കൊടിഘോഷയാത്ര. 7-നും 7:40-നും മധ്യേ തന്ത്രി കമ്മാഞ്ചേരി മഠത്തിൽ സുബ്രഹ്മണ്യത്തിന്റെ കാർമ്മികത്വത്തിലും മേൽശാന്തി അജിത് ശർമ്മയുടെ സഹകാർമ്മികത്വത്തിലും കൊടിയേറ്റ. തുടർന്ന് ഉത്സവ കൊടി വിതരണവും ഗാനമേളയും നടക്കും. എല്ലാ ദിവസവും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കുണ്ട്രയുടെ പരിസര പ്രദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ വെച്ച് 2 കൊടിമര പ്രതിഷ്ഠയുള്ളതും ഒരേ സമയം അശ്വതി തിരുനാൾ മഹോത്സവമാണ് അവിടെ കൊണ്ടാടുന്നത്. ഒരേ സമയം 2 തൃക്കൊടിയേറി 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവമാണ് നമ്മുടെ ക്ഷേത്രസന്നിധിയിൽ നടന്നു വരുന്നത്. ജാതിമത ചിന്തകൾക്ക് അതീതമായി, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ കുടുംബത്തോടു കൂടി എല്ലാ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൊണ്ടാടുന്ന ഒരു തിരുവുത്സവമാണ് പ്ലാവേത്ത് ശ്രീ മഹാഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവം. നാളെ വൈകിട്ട് 7:40-ന് തൃക്കൊടിയേറി മാർച്ച് 3 ആറാട്ടോടുകൂടി സമാപിക്കുന്ന തിരുവുത്സവത്തിന്റെ ശനിയാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം പൂമൂടലും ഉണ്ടാകും. തിങ്കളാഴ്ച രാവിലെ 7:30-ന് കാവടി ഘോഷയാത്രയും വൈകിട്ട് 4-ന് കെട്ടുകാഴ്ചയും 6 മണി മുതൽ മ്യൂസിക്കൽ കാർണിവലും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉത്സവം കാണുവാനും അത് ദർശിക്കുവാനും നിരവധി ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിൽ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ പരിപാടികളും, കാവടി ഘോഷയാത്രയുണ്ട്, അങ്ങനെ എല്ലാ പരിപാടികളും വളരെ സമാധാനപരമായിട്ടും സന്തോഷത്തോടും സൗഹൃദത്തോടും കൂടി തന്നെ കൊണ്ടുപോകുന്ന ഒരു ഉത്സവമായി തന്നെയാണ് നമ്മൾ പ്ലാവേത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടുന്നത്. ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ മറ്റ് ആന എഴുന്നള്ളിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. വളരെ സമാധാനപരമായിട്ട് കെട്ടുകാഴ്ചകൾ നടത്തി ക്ഷേത്രത്തിൻ്റെ ഉത്സവം കൊണ്ടാടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.